Hi friends, welcome back to Zara's AC Cooking. ഇന്ന് നല്ല സോഫ്റ്റ് വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വെള്ളപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല സോഫ്റ്റായ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം പച്ചരി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരി മെഷർ ചെയ്തത് 240 ml മെഷറിംഗ് കപ്പിലാണ് ഇവിടെ മെഷർ ചെയ്തെടുത്തത്. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് പച്ചരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പച്ചരി എന്നിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. പച്ചരി നല്ലപോലെ കുതിർന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഇപ്പം പച്ചരി നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തത്. ഒരു 6 ടേബിൾ സ്പൂൺ ചോറും കൂടി എടുത്തിട്ടുണ്ട്. സാധാരണ കുക്ക് ചെയ്ത ചോറാണ് ഇവിടെ എടുത്തത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയാണ് ഇവിടെ എടുത്തത്. 1 കപ്പ് വെള്ളം കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ വെള്ളപ്പത്തിൻ്റെ മാവ് അത്യാവശ്യം കട്ടിയിൽ വേണം ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മളെ മാവ് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ല കട്ടിയിൽ വേണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ ഇപ്പോൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. വെള്ളപ്പത്തിൻ്റെ മാവ് അടിച്ചെടുക്കുമ്പോൾ ഈ കട്ടിയിൽ വേണം മാവ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടി ഇതൊരു 8 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ നിങ്ങൾ രാത്രിക്കാണ് ചെയ്യുന്നതെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് മാവ് നല്ല പോലെ പൊങ്ങിക്കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങളിത് ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ട് ഇത് പൊങ്ങാൻ വേണ്ടി വെച്ചാൽ മതി. 8 മണിക്കൂർ കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഈസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടേണ്ട വെള്ളം മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ആ ടൈമിൽ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വന്നോളൂ. ഈസ്റ്റിൻ്റെ മിക്സ് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മാവിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളപ്പത്തിൻ്റെ മാവ് ഇവിടെ ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഇവിടെ ഇപ്പോൾ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് ഇവിടെ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച് ഈസ്റ്റിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു മണിക്കൂറും കൂടി അടച്ചു വെച്ച് ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. മാവൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് അപ്പം ചുടാം. ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉടനെ തന്നെ ചുട്ടെടുക്കാം. ഒരു മണിക്കൂർ കഴിഞ്ഞ് മാവ് ഇവിടെ ഇപ്പം നല്ല പോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം ചുട്ട് തുടങ്ങാം.
ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ പാനും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1.5 തവിയോളം മാവൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തവി വെച്ച് മാവൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് വരുന്ന സമയത്ത് ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. മൂടി വെച്ച് അടച്ചൊരു 2-3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളപ്പം ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായ വെള്ളപ്പമാണ്. ഇതുപോലെ എല്ലാ അപ്പവും ഒന്ന് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വെള്ളപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.